നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് പ്രജിത്തുണ്ട്. പ്രജിത്തിന് പങ്കുവെക്കാനുള്ളത് 5 വർഷങ്ങൾക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ രാജ്ഭവനിന് പടിയിറങ്ങുകയാണ്. വിവിധ വിഷയങ്ങളിൽ കേരളത്തിലെ ഒരു സർക്കാരിന് ഇതുപോലെ വെള്ളം കുടിപ്പിച്ച മറ്റൊരു ഗവർണർ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വസ്തുത. സർവകലാശാലയിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാൻ ഗവർണർ നടത്തിയ ഇടപെടലുകൾ ചരിത്രപരമാണ്. സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ പരിവേഷവും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് ജനങ്ങൾ നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷമായി പലപ്പോഴും ഗവർണർ മാറുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. രാജേന്ദ്ര വിശ്വനാഥാണ് പുതിയ ഗവർണറായി കേരളത്തിലേക്ക് എത്തുന്നത്. പ്രജിത്ത് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവായി മാറുന്ന ഗവർണറെയാണ് പലപ്പോഴും കണ്ടത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വീകാര്യനായ ഗവർണർ, അങ്ങനെ ഒരു ജനകീയ മുഖമൊക്കെ ഗവർണർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗവർണർ 5 വർഷങ്ങൾക്ക് ശേഷം രാജ്ഭവനിൽ പടിയിറങ്ങി പോവുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഉമേഷ്, ഗവർണർ 28-ാം തീയതി കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് രാജ്ഭവൻ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം പൂർണ്ണമായി ചുമതലയൊഴിഞ്ഞ് ബീഹാറിലേക്ക് പോവുക. പക്ഷെ അതിലും അവർക്ക് പൂർണ്ണമായൊരു ഉറപ്പ് ഇപ്പോഴും പറയുന്നില്ല. ഒരു പക്ഷേ നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു വ്യക്തത ഇന്ന് പകൽ നൽകാമെന്നുള്ളതാണ് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഗവർണർ ഇപ്പോൾ കേരളത്തിലില്ല. അതിനിടയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ബീഹാർ ഗവർണറായി നിയോഗിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സംഭവബഹുലമായ 5 വർഷവും 4 മാസങ്ങളും പിന്നിട്ട ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാരിനെ ഇത്രയധികം വെള്ളം കുടിപ്പിച്ചൊരു ഗവർണർ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. സർക്കാരിൻ്റെ വീഴ്ചകൾ ഓരോന്നായി എടുത്തുകാട്ടി പൊതുമധ്യത്തിൽ അതിനെതിരെ വിമർശനമുയർത്തി അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധമായ നടപടികൾ ഉണ്ടായാൽ അതിലും കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഭരണഘടനയുടെ അന്തസ്സത്തെ ചോർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകളോ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അതിലും വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർത്തുന്ന മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും പ്രതികരിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വല്ലപ്പോഴും ഒരു വാർത്താ സമ്മേളനം വിളിച്ചാലായി എന്നുള്ളത് മാത്രമാണ് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അദ്ദേഹം കാത്തുനിന്ന് മറുപടി നൽകും. എല്ലാ വിഷയങ്ങളും സമഗ്രമായി അദ്ദേഹം സംസാരിക്കും. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത്രയധികം ജനകീയനായ ഒരു ഗവർണർ കേരളത്തിൽ അടുത്ത കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഗവർണർമാരുടെ സ്ഥിരം ഈ വേഷഭൂഷാദികളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ പൈതൃകം അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം കാലങ്ങളായി തുടർന്നു വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ലളിതമായ വസ്ത്രരീതിയിൽ തന്നെ അതിനൊപ്പം തന്നെ അദ്ദേഹം ആ വസ്ത്രരീതി ധരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏത് സ്ഥലത്ത് എത്ര സാധാരണക്കാരായ ആളുകൾ പോലും അദ്ദേഹത്തെ പ്രോഗ്രാമുകൾക്കുമൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം ആ ക്ഷണമൊക്കെ സ്വീകരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതും കേരളമാകെ ഓടി നടക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയധികം ജനകീയനായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടം. അത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച ഒരു ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാരുമായിട്ട് പല വിഷയങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കിയപ്പോഴാണ് ആദ്യമായി സർക്കാരുമായി ഗവർണർ ഒരു ഉടക്കിൻ്റെ ഭാഷയിലേക്ക് പോകുന്നത്. പിന്നീട് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ VC ആയി പുനർനിയമനം നൽകണമെന്ന സർക്കാർ സമ്മർദ്ദത്തിനെതിരെയും അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നു. അതിൽ ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ സർക്കാരുമായി ഗവർണർ ഒരു പരസ്യ യുദ്ധത്തിലാണ് എന്നൊരു കാഴ്ചപ്പാട് വരുന്നത് ഈ VC നിയമനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടാണ്. അതിനു മുൻപ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കേരള സർവകലാശാലയിൽ നിന്ന് ഡീലിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായൊരു തർക്കമുണ്ട്. ഇത് ഈ സർവകലാശാലയിലെ ഇടതുപക്ഷ അധ്യാപകരും സർക്കാരും ഇതിനെ എതിർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യമായി ഗവർണർ ഒരു പരസ്യ യുദ്ധത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരെ തുറന്ന ഒരു പോര് പ്രഖ്യാപിക്കുന്നതൊക്കെ എന്നുള്ളതാണ്. പിന്നീട് പലവിധമായ വിഷയങ്ങളുണ്ടായി. ഗവർണറെ യൂണിവേഴ്സിറ്റിയിൽ കയറ്റാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർവകലാശാലകളിൽ കയറ്റില്ല എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ SFI നടത്തുന്നുണ്ടായി. അന്ന് അദ്ദേഹം അതിനെ നേരിട്ടത് ഏറെ ശ്രദ്ധേയമാണ്. എനിക്ക് തോന്നുന്നു പക്ഷേ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി അങ്ങ് നേരിട്ട് പ്രതിഷേധക്കാർക്ക് മുമ്പിലേക്ക് നേരിട്ട് ചെന്ന് എന്നാലൊന്ന് കാണാമട എന്ന ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഒരു മട്ടിൽ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ചെന്ന് അവരുടെ വായടപ്പിക്കുന്ന ഒരു ഗവർണർ, അതൊരു പക്ഷെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രം സ്വന്തമായതാവാം. കാരണം അത്തരം ഒരു ഗവർണറെ അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനത്തിന് മുൻപ് നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. മാത്രമല്ല ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഇത്രത്തോളം രാഷ്ട്രീയ അതിപ്രസരമുണ്ട് അല്ലെങ്കിൽ ഇത്തരം ഇടപെടലുകളുണ്ട് എന്നതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഗവർണർ ഇടപെടൽ അതും ഏറെ ശ്രദ്ധേയമാണ്. ഈ സമയത്ത് അതും കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രജിത്ത്.
അതെ അതെ അതെ, ഞാൻ അതിലേക്ക് തന്നെയായിരുന്നു ഉമേഷ് വരുന്നത്. കാരണം ഈ സർവകലാശാലകളെ രാഷ്ട്രീയ മുക്തമാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു നിലപാടോടുകൂടി തന്നെയാണ് ഗവർണർ കഴിഞ്ഞ 5 കൊല്ലവും പ്രവർത്തിച്ചത്. അദ്ദേഹം ഏറ്റവും അധികം പറഞ്ഞത് VC നിയമനങ്ങൾ തൊട്ട് അധ്യാപക നിയമനങ്ങൾ തൊട്ട് സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അനുവദിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയ മുക്തമായി വേണം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞതായിരുന്നു അദ്ദേഹം. പിന്നീട് ഈ സർവകലാശാലകളുടെ VC നിയമനത്തിലൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുകയും ചാൻസലർ എന്ന തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളെ ശുദ്ധീകരിക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയത്. ഇത് പിന്നീട് സർക്കാരുമായി വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വരെ വഴിവെച്ചിരുന്നു. സർക്കാർ പല സമയവും ഗവർണറുടെ നിലപാടുകൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോടതികൾ പോലും ഗവർണറുടെ ചില നിലപാടുകളൊക്കെ ശരിവെക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ട് അങ്ങനെ അതോടൊപ്പം തന്നെയാണ് ഈ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു സെമിനാറിൽ പങ്കെടുത്തത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഉമേഷ്. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് കേരള യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഗവർണർ കാലയളവിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൻ്റെ ആസ്ഥാനത്ത്, കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത്രയധികം അദ്ദേഹത്തെ അത്തരം സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ കേരളത്തിലെ സർക്കാരും സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന സംഘടനകളും ഒക്കെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെ നിയമപരമായ വഴിയിൽ തൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച്, ചാൻസലർ എന്ന തൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് എക്കാലവും ചേർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സർവകലാശാലകളിലെ അദ്ദേഹത്തിൻ്റെ ഈ നടപടികളിൽ CPM വലിയ അതൃപ്തി ഉണ്ടായ സമയത്താണ് SFI പ്രവർത്തകർ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വഴിയിൽ തടയാനും ആക്രമിക്കാനും ഒക്കെ രംഗത്ത് വന്നത്. പിന്നീട് അദ്ദേഹം തന്നെ പരസ്യമായി ഇറങ്ങി എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നേരിട്ട് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ SFI പ്രവർത്തകരൊക്കെ അന്താളിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അതുകൂടി പറയണമെന്ന് തോന്നി. കാരണം മുഖ്യമന്ത്രിയായി ഈ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുണ്ട്. കാരണം രാജ്യവിരുദ്ധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, രാജ്യവിരുദ്ധമായ നടപടിക്രമങ്ങൾ ആ ജില്ലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്നെ അത് അറിയിച്ചില്ല എന്നുള്ളത് ചോദിച്ച് സർക്കാരിനെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് അദ്ദേഹം തള്ളിവിട്ടുന്നു. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ കേരള സർക്കാരിനെ ഇത്രയധികം പ്രതിരോധത്തിലാക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതാവായി മാറുകയായിരുന്നു പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാരിൻ്റെ കൊള്ളരായ്മകൾ, സർക്കാരിൻ്റെ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതിനും അതിന് മറുപടി നൽകാനും പ്രതികരിക്കാനും ഒക്കെ അദ്ദേഹം ഒട്ടും അമാന്തിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ SFI അനാവശ്യമായി അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് സമരക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റമുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ആറ്റിറ്റ്യൂഡുണ്ട് അദ്ദേഹത്തിന്. അതൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം 5 വർഷത്തെ കേരളത്തിലെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ബീഹാറിലേക്ക് മടങ്ങുകയാണ് എന്നാണ്. അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനം ഒഴിയുക എന്ന കാര്യത്തിലൊന്നും ഒരു ഔദ്യോഗിക ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യമാണ് പ്രജിത്ത് പങ്കുവച്ചത്.